ഗൈസ്, അപ്പോൾ നമുക്ക് കുറച്ച് തുണി കഴുകാറുണ്ട്. സാധാരണ ഞാൻ മിഷ്യനകത്തിട്ടാണ് കഴുകുന്നത്. പക്ഷേ വീട്ടിലെ തുണി അങ്ങോട്ട് ഇടുന്ന തുണി അങ്ങോട്ട് വൃത്തിയാവുന്നില്ല. പിന്നെ എനിക്കിവിടെ വന്ന സമയത്ത് ഭയങ്കര പേടിയാണ്. പക്ഷേ ഇപ്പോൾ ഭയങ്കര പേടിയൊന്നുമില്ല. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കരുതും വേറെ എന്തോ ആണെന്ന്. കണ്ടു ഗൈസ്, ഒരട്ടയാണ്. നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഇത് ചെറുതാണ്, തീരെ ചെറുതാണിത്. വലുതുണ്ടല്ലോ, ട്രെയിൻ പോലെ ഇങ്ങനെ കിടക്കും. ഇത് നമ്മളിവിടെ പെരിക്കാലട്ടയെന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പം എനിക്ക് പേടിയൊന്നുമില്ല, കാരണം നമ്മൾ ചെയ്തല്ലേ പറ്റൂ, വേറെ ആരും ഇല്ലല്ലോ ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്ത് പറ്റും. പിന്നെ മഴയായിപ്പോയി, രാവിലെ തൂത്ത് വാരണമെന്നൊക്കെ കരുതിയാണ്. മഴയായതുകൊണ്ട് നമുക്ക് വൃത്തിയാക്കാൻ പറ്റില്ല. ഞാൻ ആ അട്ടയെ കുത്തിക്കളയാനൊരു കമ്പ് നോക്കുക, കാരണം അതവിടെ ഇരിക്കുകയല്ലേ. തുണി കഴുകുന്ന സ്ഥലത്തോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വിറക് പെരയാണ്. വിറകൊക്കെ തീർന്നു. ഇന്നലെ ഉറങ്ങിയില്ല ഗൈസ്. എന്തോ ഭയങ്കര വിഷമമായിരുന്നു. വിഷമം മീൻസ് പ്രശ്നങ്ങളൊന്നുമില്ല, വഴക്കും അടിയൊന്നുമില്ല. എല്ലാവരും ചിലർ പ്രശ്നം ഭയങ്കര ഇത് എന്തോ മനസ്സിനൊരു സുഖമില്ലായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ പിന്നെ നമ്മളിവിടെ വേണ്ട ഒരുപാട് ആയി കിടക്കുന്നുണ്ട്. ഇവിടെ തീ ഇട്ടുകൊണ്ടിരുന്നതാണ്. അപ്പം മഴ പെയ്തപ്പം എല്ലാം പോയി. ഇവരൊക്കെ നമ്മൾ കറക്കി അരിഞ്ഞപ്പോഴത്തേക്ക് തനിയെ പൊട്ടി വന്നവരാണ് കേട്ടോ. ഇത് പിന്നെ ഞാൻ പൊട്ടി വന്നതിന് ഒന്നുകൂടെ എടുത്ത് തോണ്ടിയൊക്കെ മാറ്റി വെച്ച്. അതിനിടയ്ക്ക് കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴയാണ്ട് നമുക്കൊന്നും വൃത്തിയാക്കാനും പറ്റുന്നില്ല. വൃത്തിയാക്കാൻ ഇറങ്ങി ഭയങ്കര കൊതുക്. വീടിൻ്റെ മുറ്റോ ഫ്രണ്ടോ അല്ലെങ്കിൽ തൊട്ടടുത്തൊന്നുമല്ല, നമ്മുടെ വർക്ക് ഏരിയയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇവരൊക്കെ തനിയെ കിളിച്ച് വന്നവരാണ്. ഇതെന്തരാണ്, കുമ്പളങ്ങയാണോ മത്തങ്ങയാണോ തടിയങ്കയാണോ എന്തരാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ ഒരു പയർ ഇന്നലെ പറിച്ചു. പക്ഷേ എങ്കിലും എന്നെ പാത്ത് നിന്ന് ഒരു പയർ ഇതിനകത്തുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടാ, 2 പേരുണ്ട്. പക്ഷേ ഒരെണ്ണം അവിടെ നിൽപ്പുണ്ട്. നാളെ ഞാൻ എൻ്റെ മൂക്ക് സ്കൂളിൽ കൊടുത്തു കൊടുക്കാൻ മെഴുക്ക് വൃത്തിയാക്കാം. വേണ്ട, കുട്ടത്തിപ്പാവയ്ക്കെന്നാണ് നമ്മുടെ ഇവിടെ പറയുന്നത്. ഇതൊക്കെ തന്നെ കിളിച്ചു വന്നെയാണ്. നമുക്ക് ഉണ്ടോ ഇങ്ങനെയൊക്കെ വരുന്ന കൂട്ടത്തിൽ 5-6 പിച്ചി എടുക്കാം ടൈം കിട്ടിയിട്ട്. പക്ഷേ കുഞ്ഞു പാവയ്ക്കലാണ്, പിടിക്കും കേട്ടോ. പിടിച്ച ഇഷ്ടം പോലെ പിടിക്കും. ഇത് നമ്മുടെ തനിയെ കിളിച്ചു തന്നെയാണെങ്കിലും പരിപാലിച്ച് കഴിഞ്ഞാൽ ഒരു കായൊക്കെ കിട്ടും, നമുക്കുള്ളത് കിട്ടും. ഇതെന്തിനാണെന്നറിയാം, ഇതൊക്കെ ഇഞ്ചി ഞാൻ ഇട്ടതാണ്. എൻ്റെ സുളതിയമ്മ തന്നത് ഞാൻ കൊണ്ടുവന്ന് ഇട്ടതാണ്. അപ്പോൾ ഇത് നമ്മുടെ റോണിച്ചൻ്റെ കൂടായിരുന്നു. ഇവൻ്റെ അല്ല, പഴയവൻ്റെ. അവനിപ്പോൾ നമുക്കില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വൃത്തിയാക്കാനാണെങ്കിൽ ഗൈസ് ഒരുപാടുണ്ട്, ഒരുപാട്. അപ്പോൾ നമ്മൾ വന്ന എന്തിനായിരുന്നു, നമ്മൾ തുണി അലക്കുന്ന കാര്യം പറയാനായിട്ട്. അത് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. തെറ്റി കഴിയത്തന്നെ നോക്കി കാര്യം. ഞാൻ അതിനും ചെയ്തിട്ടായിരുന്നു കേട്ടോ. ഭയങ്കര മടിയായിരുന്നു മെഷീന് വാരിയുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഞാനത് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഒരു ഉപയോഗവുമില്ല. കാരണം എൻ്റെ ഡ്രസ്സുകൾ നശിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചു. ഞാൻ കാപ്പി എടുത്തായിരുന്നു, പക്ഷെ എന്തോ കഴിക്കാൻ തോന്നില്ല. അങ്ങനെ കൊണ്ട് കളഞ്ഞു. അതിലൂടെ കട്ടൻ ചായ ഉണ്ടായിരുന്നു. ഒരു റോബസ്റ്റ പഴവും കഴിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്നൊക്കെ പറയുന്നത് ഇതാണ് നമുക്ക്. ഓക്കെ.